ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, 5 ടൈപ്പ് ആർഗ്യുമെന്റ്സ് ഉണ്ടായിരുന്നല്ലേ? എന്തൊക്കെയായിരുന്നു? പൊസിഷണൽ ആർഗ്യുമെന്റ്, ഡിഫോൾട്ട് ആർഗ്യുമെന്റ്, ദെൻ കീവേഡ് ആർഗ്യുമെന്റ്, പിന്നെ ഏതായിരുന്നു? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ്. ഇപ്പം ഇനി ബാക്കിയുള്ളത് അത് നാലും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇതിപ്പം ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ്സ് എവിടെ യൂസ് ചെയ്യുക എന്നുള്ളത് ഇപ്പം എന്താണ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പം ഒരു സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്, അതായത് ഒരു സ്കൂളിനകത്തുള്ള സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പം ചില സ്റ്റുഡൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും, ചിലരുടെ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം ഇപ്പം സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം സ്റ്റോർ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ ആണെങ്കിൽ ഇപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? അതായത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഡെഫ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. ദെൻ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പം തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കീവേഡ് ആർഗ്യുമെന്റും പൊസിഷണൽ ആർഗ്യുമെന്റും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമുക്ക് അറിയത്തില്ല എത്ര ഡീറ്റെയിൽസ് ഉണ്ട് എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ ഏതാ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് യൂസ് ചെയ്യാം. ഓക്കെ, ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് യൂസ് ചെയ്യാം. Then for loop യൂസ് ചെയ്യാം. For I in details print I. ഇനി നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യണം അല്ലേ? ഓക്കെ, നമുക്ക് ഓരോ ഇതായിട്ട് വാല്യൂസ് ആയിട്ട് പാസ് ചെയ്യാം. ലൈക്ക് ആദ്യം തന്നെ ഇപ്പം ഞാൻ നെയിം കൊടുക്കുവാണ്. എന്താണ് ഇപ്പം രാഹുൽ. ദെൻ ഏജ് കൊടുക്കാം നമുക്ക് 20. ദെൻ ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊടുക്കാം. ദാറ്റ് ഈസ് 10th. ദെൻ വേറെന്താ കൊടുക്കാൻ പറ്റുക? പ്ലേസ് കൊടുക്കാൻ പറ്റുക. ദാറ്റ് ഈസ് ഇപ്പം ആലപ്പുഴ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഇത്രയും ഡീറ്റെയിൽസ് എടുക്കാം. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കിട്ടിയല്ലേ? ഇപ്പം രാഹുൽ 20, 10th, ആലപ്പുഴ. എങ്ങനെ ഓരോ ലൈനിലായിട്ട് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് പ്രിന്റ് ചെയ്ത് പോയിട്ടുണ്ടല്ലേ? അപ്പം ഇപ്പം ഞാൻ ഇവിടെ മോർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുവാണെന്ന് വിചാരിക്കാം. ലൈക്ക് എന്താണ് ഗാർഡിയൻ്റെ നെയിം ഇപ്പം എന്താണ് ഗാർഡിയൻ്റെ നെയിം ഇപ്പം ഞാനിപ്പോൾ ഒരു രോഹിത് കൊടുക്കുക. ഓക്കെ, ദെൻ വേറെന്താ എത്ര മാർക്സ് ഉണ്ട്. ഓക്കെ, എത്ര മാർക്സ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 85% മാർക്സ്. അപ്പം ഇങ്ങനെ കൊടുക്കുവാണ്, ഓരോന്നായിട്ട് ഇങ്ങനെ കൊടുക്കുവാണ്. അപ്പം ഇത് റൺ ചെയ്യുമ്പം എല്ലാ ഡീറ്റെയിൽസും താഴെ വരുന്നുണ്ടല്ലേ? പക്ഷെ നമുക്ക് അറിയത്തില്ല. ഇപ്പം ഇതറിയാത്തൊരാളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തൊക്കെയാ? ഇപ്പം രാഹുൽ 20, 10th, 20 എന്നുള്ളത് എന്താ? ഏജ് ആണെന്ന് അയാൾ എങ്ങനെ മനസ്സിലാക്കും? അതായത് നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് കൂടുന്തോറും ഇതൊക്കെ എന്താണ് എന്നുള്ളത്, എന്തിന്റെ വാല്യൂ ആണ്, എന്താണ് 20, അല്ലെങ്കിൽ എന്താണ് 10th, എന്താണ് 84% എന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? അത് സ്പെസിഫൈ ചെയ്യും. അത് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യും? കീവേഡ് ആർഗ്യുമെന്റ്സ് നമ്മൾ പഠിച്ചായിരുന്നല്ലോ, അതിൽ കീവേഡ് യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ നമ്മൾ കീവേഡ് യൂസ് ചെയ്യും. ഇവിടെ എന്ത് കൊടുക്കാം? നെയിം ഈക്വൽസ് രാഹുൽ. ഓക്കെ, അതുപോലെ എന്ത് കൊടുക്കാം? ഏജ്. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പറയാം. ഏജ് ഈക്വൽ 20. അങ്ങനെ എന്ത് ചെയ്യാം? എല്ലാം സ്പെസിഫൈ ചെയ്ത് കീവേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താ സംഭവിച്ചേ?
നെയിം ഈക്വൽസ് രാഹുൽ, ഏജ് ഈക്വൽസ് 20, ക്ലാസ് ഈക്വൽസ് 10th, ലൊക്കേഷൻ ഈക്വൽസ് ആലപ്പുഴ, ഇങ്ങനെയാണല്ലേ വന്നിട്ടുള്ളത്. പക്ഷെ ഇതെന്താണ്? ഇത് ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് ആണല്ലേ. അപ്പൊ നമുക്ക് ഇത് മാറ്റി ഇനി ഇവിടെ ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റാറും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. 1 second. ഓക്കെ, ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 second. കീവേഡ് ഒരിക്കലും നമ്മൾ ഡബിൾ കൊട്ടേഷനുള്ളിൽ കൊടുക്കത്തില്ല. ഇതിപ്പോൾ നേരത്തെ ഇവിടെ പ്രിന്റ് ആയതെന്ന് പറയുന്നത് ഒരു പൊസിഷണൽ ആർഗ്യുമെന്റ് ആയിട്ടാണ് പ്രിന്റ് ആയത്. നേരത്തെ ഞാൻ പ്രിന്റ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നെയിം ഈക്വൽസ് രാഹുൽ, ഏജ് ഈക്വൽസ് 20, ക്ലാസ് ഈക്വൽസ് 10 എന്ന് പറഞ്ഞത് എന്താണ്? ഒരു പൊസിഷണൽ ആർഗ്യുമെന്റ് ആയിട്ട് തന്നെയാണ് വന്നത്. ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് ആയിട്ട് തന്നെ വന്നത്. കാരണം അതായത് രാഹുൽ 20 10th എന്നുള്ളതിന് പകരം ഞാൻ ആ ഡബിൾ കോട്ടിനകത്ത് എന്താണോ കൊടുത്തത്, നെയിം ഈക്വൽസ് രാഹുൽ, ഏജ് ഈക്വൽസ് 20, ക്ലാസ് ഈക്വൽസ് 10th, ഞാൻ ഡബിൾ കോട്ടിനകത്ത് എന്താണോ കൊടുത്തത് അത് തന്നെയാണ് പ്രിന്റ് ആയി വന്നത്. പക്ഷെ നമ്മളിവിടെ ഇപ്പൊ കീവേഡ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ എന്താ, ഇത് ഡബിൾ കോട്ടിനകത്ത് കൊടുക്കാൻ പാടില്ല. ഓക്കെ, ഏജ് എന്നുള്ളൊരു കീവേഡാണ്. ക്ലാസ് എന്നുള്ളതും എന്തായിട്ടാണ് കൊടുക്കുന്നത്? കീവേഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഇതുവരെ ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് തന്നെയാണ്. കീവേഡ് പറയുന്നതിന് മുന്നേ ഇത്രയാണ്. അതിനകത്ത് ഞാനിപ്പോൾ കീവേഡ് ആഡ് ചെയ്തു, അത് മാത്രമാണ് ഡിഫറൻസ്. പക്ഷെ എന്ത് വന്നു? എറർ വന്നു അല്ലേ? എറർ വന്നു. അപ്പൊ ഇത് ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് ആണ്, പക്ഷെ ഞാനിവിടെ കീവേഡ് ആഡ് ചെയ്തു. അപ്പം ഇനി ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതിനെ എന്താക്കണം എന്നറിയാവോ? കീവേഡ് യൂസ് ചെയ്തല്ലേ, ഇപ്പൊ ഇത് പൊസിഷണൽ ആർഗ്യുമെന്റ് അല്ല. അപ്പം ഞാൻ ഇതിനെ എന്താക്കുക? ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ് ആക്കുക. അതിന് വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റാറും കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ എന്താണ് എറർ വരുന്നത്? എന്തോ ഒരു സിൻടാക്സ് എറർ വരുന്നുണ്ട്. സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്, then 1 second. Name equals Mithun, standard equals 5th. Okay, print for I in details. ഓക്കെ, എറർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലാസ് എന്നുള്ളത് എന്താണ്, ഓൾറെഡി ക്ലാസ് എന്നുള്ള കീവേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് ബിക്കോസ് യു ആർ യൂസിങ് ക്ലാസ് ആസ് എ കീവേഡ് ആർഗ്യുമെന്റ്, ക്ലാസ് ആസ് എ റിസർവ്ഡ് കീവേഡ്. ഓക്കെ, ക്ലാസ് ഒരു റിസർവ്ഡ് കീവേഡ് ആണ് പൈത്തണിനകത്ത്. ആ റിസർവ്ഡ് കീവേഡ് നമുക്ക് എന്താണ്, ഒരു കീവേഡ് ആർഗ്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ക്ലാസ് എന്നുള്ളത് പൈത്തണിലുള്ള ക്ലാസ്സും ഒബ്ജക്റ്റും ഒക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ക്ലാസ് എന്നുള്ളത് ഒരു റിസർവ്ഡ് കീവേഡ്, അതുകൊണ്ട് നമുക്ക് അത് കീവേഡ് ആർഗ്യുമെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റുഡൻറ് ക്ലാസ് എന്ന് കൊടുക്കാം. സ്റ്റുഡൻറ് ക്ലാസ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് വേറൊരു മിസ്റ്റേക്കും കൂടെ ഉള്ളത്, ഞാൻ ഒരു കീവേഡ് 2 വട്ടം യൂസ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്കത് മാറ്റി എന്ത് ചെയ്യാം? ഇവിടെ നെയിം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗാർഡിയൻ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, എന്താണ് ഗാർഡിയൻ നെയിം എന്ന് കൊടുക്കാം. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പൊ എന്താ കിട്ടിയ? നമുക്കറിയാല്ലേ,
നമ്മൾ കഴിഞ്ഞ വട്ടം അതായത് ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു അത് എന്തായിട്ടാണ് സ്റ്റോർ ആവുന്നത്. ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആർഗ്യുമെന്റിൽ പോയിട്ട് പൊസിഷണൽ ആർഗ്യുമെന്റ് ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് ആയിട്ട് ആണെങ്കിൽ അതൊരു ടപ്പിൾ ആയിട്ടായിരുന്നു സ്റ്റോർ ആവുന്നത്. ഇവിടെ എന്താ ഉള്ളത്, കീവേഡും ഉണ്ട് വാല്യൂ ഉണ്ട് അല്ലേ. ആർബിട്രറി പൊസിഷണൽ ആർഗ്യുമെന്റ് ആയിരുന്നെങ്കിൽ വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നേരെ പോയി ടപ്പിളായി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആർഗ്യുമെന്റിൽ സ്റ്റോർ ആവും. പക്ഷെ ഇവിടെ വാല്യൂസും കീസും വാല്യൂസും ഉണ്ട്. കീ വാല്യൂസ് വരുമ്പോൾ അപ്പം എന്തായിരിക്കും, ഡിക്ഷണറി. അതെ, ഇത് പോയിട്ട് ഡീറ്റെയിൽസിനകത്ത് എന്തായിട്ടാണ് സ്റ്റോർ ആവുക, ഡിക്ഷണറി ആയിട്ടാണ് സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ് ആവാൻ വേണ്ടിയിട്ടാണ് 2 സ്റ്റാർസ് യൂസ് ചെയ്തിട്ടുണ്ട്. പൊസിഷണൽ ആണെങ്കിൽ 1 സ്റ്റാർ. ഇത് പോയിട്ട് ഡിക്ഷണറി ആയിട്ടാണ് സ്റ്റോർ ആവുക. നമുക്കറിയാമല്ലോ, ഡിക്ഷണറിനെ ഐട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക, കീവേഡ് മാത്രമേ. നോർമലായിട്ട് നമ്മൾ ഡിക്ഷണറിനെ ഐട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കീവേഡ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്, വാല്യൂസ് വരത്തില്ല അല്ലേ. അപ്പോൾ അത് വാല്യൂസും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 2 വേരിയബിൾസ് യൂസ് ചെയ്യണം. ഓക്കെ, എന്ത് ചെയ്യണം, 2 വേരിയബിൾസ് യൂസ് ചെയ്യണം. അപ്പോൾ ഇതങ്ങ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, print for key comma val items ഓക്കെ. ഇനി നമുക്കിതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, കറക്റ്റായിട്ട് എന്ത് കിട്ടി, നെയിം രാഹുൽ, ഏജ് 20. നമുക്ക് സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുത്തത് എന്നുള്ളത് നമുക്ക് എന്തായിട്ട് കിട്ടി, ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആർബിട്രറി കീവേഡ് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പൊസിഷണലും കീവേഡും ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം പൊസിഷനാണെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്, അതായത് ഫോർമൽ ആർഗ്യുമെന്റ്സ് എത്ര ഉണ്ടോ അത്ര തന്നെ ആക്ച്വൽ ആർഗ്യുമെന്റ്സ് വേണം. അതില്ല എന്നുണ്ടെങ്കിൽ അത് പൊസിഷണൽ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത്രയാണ് ആർബിട്രറി ഇത്രയും നമ്മൾ 5 ടൈപ്പ് ഓഫ് ആർഗ്യുമെന്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നും കൂടെ റീവാച്ച് ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.